ഗിയറപ്പ് ട്രേഡിംഗ് അക്കാഡമിയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂ പ്രോപ്പറായിട്ട് ഒരു ബിഗിനറിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാം, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾ ചെയ്യേണ്ടത് ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ in.tradingview.com കയറിയിട്ട് സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ഇപ്പോൾ അക്കൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. സപ്പോസ് നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതൊരു സൈൻ ഇൻ പേജാണ്. നിങ്ങൾക്ക് സൈൻ ഇൻ കൊടുക്കാം. നിങ്ങൾക്ക് അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും എടുത്ത് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. ഇല്ലാത്ത ആളാണെങ്കിൽ ഇവിടെ താഴെ നിങ്ങൾക്ക് സൈനപ്പ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, സൈനപ്പ് ബട്ടൺ കൊടുക്കുക, മെയിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ മെയിൽ കൊടുക്കുക, നിങ്ങൾക്കൊരു പാസ്വേഡ് സെലക്ട് ചെയ്യുക. അവിടെ റോബോട്ട് എന്ന് കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ മെയിൽ നിങ്ങളുടെ ആ മെയിലിൽ വരുന്നതാണ്. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ചെയ്യുക. സോ എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പേജിൽ വന്നിട്ട് ലോഗിൻ ചെയ്യുക. ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേജായിരിക്കും വരിക. ഓക്കെ, ശരിക്കും ഈ ഒരു പേജിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ടുള്ള ലിസ്റ്റുകൾ. അതായത് നിങ്ങൾ സ്പോട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് ട്രേഡിംഗ് ലിസ്റ്റ് വേണം. അത് എവിടെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, നിങ്ങൾ പലതരം എക്സ്ചേഞ്ചുകൾ പലതരം ബ്രോക്കേഴ്സ് പോയി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ക്രിയേറ്റ് ന്യൂ വാച്ച് ലിസ്റ്റ് നിങ്ങൾ അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഏതാണ് ട്രേഡ് ചെയ്യുന്നത്, ഏത് എക്സ്ചേഞ്ചിലാണെന്ന് ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം. ബൈനാൻസ് പെർപെച്വൽ എന്നിട്ട് ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സ്പോട്ട് ആണെങ്കിൽ ബൈനാൻസ് സ്പോട്ട് നിൽക്കുക. നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ച് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സ്ചേഞ്ചിൻ്റെ പേര് അതിൽ ഏത് ട്രേഡാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു വാച്ച് ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ബൈനാൻസിൻ്റെ പെർപെച്വൽ എന്നുള്ള ഈ ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. ഇനി എനിക്ക് എന്ത് വേണം, ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ഓരോ പേരുകളെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോർമലി നമുക്ക് ആൾ എന്ന് വരും. ഓരോ തരത്തിലുള്ള ഇവിടെ എന്താ ഓളിൻ്റെ പ്രത്യേകത എന്താ, പലതരത്തിൽ നമുക്കിവിടെ പലതരത്തിലുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ക്രിപ്റ്റോ ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ക്രിപ്റ്റോ എന്ന് സെലക്ട് ചെയ്തു. ഇവിടെ ക്രിപ്റ്റോ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. ക്രിപ്റ്റോ സെലക്ട് ചെയ്യുന്ന സമയത്ത് പലതരം എക്സ്ചേഞ്ചുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രിപ്റ്റോ ആണ് നമ്മൾ ഒന്നുകൂടെ സോർട്ട് ചെയ്യണം. അപ്പോൾ ഏതാണ് നമ്മൾ ഏത് എക്സ്ചേഞ്ചാണ്, ബൈനാൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ മൊത്തം ബൈനാൻസ് മാത്രം വരും. ബൈനാൻസിൽ തന്നെ പലതരത്തിലുള്ളത് വരുന്നുണ്ട്. നമുക്ക് .p എന്ന് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ പെർപെച്വൽ ആണെങ്കിൽ .p. ഓക്കെ, പെർപെച്വലിൻ്റെ ഒരു ലിസ്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പെർപെച്വലിൻ്റെ മാത്രം നമുക്ക് വന്നാൽ മതിയെങ്കിൽ ബൈനാൻസ് എടുക്കുക. ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്വാപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, സ്വാപ്പ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്കുണ്ടോ പെർപെച്വൽ മാത്രം നമുക്ക് വരുന്നുള്ളൂ. പിന്നെ ഇവിടെ നമുക്കിത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ട്രേഡിംഗ് ലിസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു പെർപെച്വൽ ട്രേഡിൻ്റെ ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ, ജസ്റ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. എത്ര പേരുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഈസിലി നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അത് ഇൻറ്റു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പൊക്കോളും. ആവശ്യമില്ലാത്താണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് ഇതേ സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ ഇനിയാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചേരുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബേസിക്സ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങളോട് പറയാം, ഈ ഒരു ട്രേഡിംഗ് വ്യൂ പലതരത്തിലുള്ള ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ട്രേഡുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡുകൾ പ്രോപ്പറായിട്ട് എടുക്കുക എന്നുള്ളതിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ എടുത്ത ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്ത ട്രേഡുകൾ അലാറം നമുക്ക് കിട്ടണം. കാരണം നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണം. നമ്മൾ ഓരോ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചിലപ്പോൾ അവിടെ തന്നെ നമ്മൾ നോക്കിയിരുന്നു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ പലതരത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലാറം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡിംഗ് യൂസ് ചെയ്യുന്നത്. ഒക്കെ എങ്ങനെയാണ് നോക്കാം. ഇതിനുള്ളിലേക്ക് കടക്കാം. ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, ഇവിടെ നമ്മളൊരു പെയർ ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ബട്ടൺ അമർത്തുന്ന സമയത്ത് നമുക്കത് വലിയ സ്ക്രീനായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ നമുക്കിവിടെ നമ്മുടെ വാച്ച് ലിസ്റ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഇവിടെ വൺസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ പെയറുകളെയും ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, മാറ്റി നമുക്ക് നോക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഓരോ ടൂളുകളും ഇവിടെ കാണുന്ന ഓരോ ടൂളുകളും ഓരോ കാര്യങ്ങളും നമുക്കിവിടെ ഓരോ കാര്യങ്ങളും ടൈം ഫ്രെയിമും ടൂൾസും കാര്യങ്ങളും ഓരോ സെക്ഷൻസും നമ്മൾ പഠിക്കാം. ഓക്കെ, സോ ഞാനിത് എന്ത് ചെയ്യാണ്, ഹൈഡ് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഹൈഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ പ്രൈസിൽ നമുക്കിങ്ങനെ ഇപ്പോൾ നിങ്ങൾ മൗസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് മൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങൾ ടച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ടച്ചിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ പറ്റും. പ്രൈസിനെ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രൈസ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇത് എവിടെ പോയി പ്രൈസ്, താഴെയുള്ള പ്രൈസ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വന്നിട്ട് സ്ക്രോൾ ചെയ്ത് വന്നിട്ട് വേണം. അതിന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രൈസിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരുന്നുണ്ട്, ആ ഒരു സെക്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൽ തെളിഞ്ഞ് വരുന്നില്ലേ.
അപ്പോൾ നമ്മൾ ആ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ആൻഡ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെയും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസിലാണ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രിപ്റ്റോൻ്റെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ബട്ടൺ കണ്ടോ, നമ്മൾ ഫസ്റ്റ് നമ്മൾ കുറേ പേര് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബട്ടൺ അമർത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടില്ലേ നമ്മളെ ഫസ്റ്റ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റൺ ചെയ്യുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്. സോ ഇത്രയാണ് നമ്മൾ ബേസിക്കലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു കാണുന്ന ഈ ഒരു ചാർട്ടിന് നമ്മൾ ക്യാൻഡിൽസ്റ്റിക്സ് ചാർട്ട് എന്നാണ് പറയുക. എന്താ ഇവിടെ നമുക്ക് ലൈൻ ചാർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിളായിട്ടുള്ളൊരു ഒരൊറ്റ കാര്യം മാത്രമേ നമുക്ക് സിംഗിൾ പോയിന്റിലുള്ള നോളജ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാർ ചാർട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പണും ക്ലോസും ഹൈയും ലോയും നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എടുക്കാം, ഓൾറെഡി ക്ലോസ് ആയ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തു അല്ലേ, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ലോ പോയിട്ടുണ്ട്, ഇതുവരെ ഹൈ ആയിട്ട് പോയിട്ടുണ്ട്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഏകദേശം ഈ ഒരു സ്ഥലം വരെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ക്ലോസ് ചെയ്തു. ഇവിടെ ഇതിപ്പോൾ പ്രൈസ് ജസ്റ്റ് ഈ ഒരു പ്രൈസിലാണ് ഓപ്പൺ ചെയ്തത്. ഈ ഒരു പ്രൈസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നോർമലി ഈ ഒരു പ്രൈസിൽ ഓൾമോസ്റ്റ് എക്സാക്റ്റ് ഈ ഒരു പ്രൈസിൽ എന്ത് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് 42,500 ഓപ്പൺ ചെയ്തിട്ട് 43 പോയ സമയത്ത് ഇവിടെ ഇൻക്രീസ് ആവുക ചെയ്ത്, പ്ലസ് ആവുക ചെയ്ത് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് ഗ്രീൻ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതേസമയം ഇവിടെ കണ്ടില്ലേ റെഡ്, ഈ ഒരു കണ്ടില്ലേ റെഡ്, ഇവിടെയാണ് ഈ ഒരു റെഡ് ക്യാൻഡിലാകുമ്പോൾ ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഇതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടുന്ന് താഴേക്ക് വന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് പോയി ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഈ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ചാർട്ടുകളിൽ നമുക്ക് പലതരം ടൈം ഫ്രെയിമുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ ടൈം ഫ്രെയിം എന്താ? ഈ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർട്ട് ഇതിപ്പോൾ 5 മിനിറ്റാണ് ഞാൻ ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്ന ടൈം എന്ന് പറയുകയാണെങ്കിൽ 5 മിനിറ്റ് ആയിരിക്കും. 10 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ചാർട്ടാണ് വെച്ചേക്കുന്നതെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ 10 മിനിറ്റ് എടുക്കും. ഇവിടെ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ 5 മിനിറ്റ് വേണം. ഓൾറെഡി ഈ ഒരു ക്യാൻഡിൽ 10 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. ഓരോ ക്യാൻഡിലും 10 മിനിറ്റിൻ്റെയാണ്. അതായത് ഇതൊരു 10 മിനിറ്റിൻ്റെ ചാർട്ടാണ്. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ് 4 മണിക്കൂറിൻ്റെ ചാർട്ട് നിങ്ങളോട് എടുക്കാൻ പറയുകയാണെങ്കിൽ ഇവിടെ ടൈം ഫ്രെയിമിൽ 4 മണിക്കൂർ നിൽക്കുക. അതായത് ഇപ്പോൾ ഓരോ ചാർട്ടിലെ ക്യാൻഡിൽസും 4 മണിക്കൂറിൻ്റെയാണ്. അപ്പോൾ ഈ 4 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ 3 മണിക്കൂറും 15 മിനിറ്റ് വേണം. 5 മിനിറ്റ് ചാർട്ട്, 10 മിനിറ്റ് ചാർട്ട്, ഇതാണ് ഈ ഒരു ടൈം ഫ്രെയിമിലെ ഒരു കാറ്റഗറിയിൽ നമുക്ക് വരുന്നത്. ഓക്കെ, നമുക്ക് ഡെയിലി ആണെങ്കിൽ ഡെയിലി ചാർട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് 1 അവർ നമുക്കിവിടെ ജസ്റ്റ് 2 ഹവർ ആണെങ്കിൽ 2 ഹവർ, 1 അവർ ആണെങ്കിൽ 1 അവർ ഇവിടെ ആഡ് ചെയ്യും. കണ്ടില്ലേ, ഇത് രണ്ടും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ നമുക്കിത് ഒഴിവാക്കണം. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഹവേഴ്സിൻ്റെ ഓരോ ക്യാൻഡിൽസ്റ്റിക്കും 2 ഹവേഴ്സിൻ്റെ ക്യാൻഡിൽസ്റ്റിക്സ് ആണ്. എങ്ങനെ മനസ്സിലാക്കിയേ ഉണ്ടോ? ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്ത സമയം 2 മണിക്കൂറിൻ്റെ ആയിരിക്കും. ഇതിവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്ത സമയം 2 മണിക്കൂറിൻ്റെ ആയിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്ക് 2 ഹവേഴ്സിൻ്റെ ക്യാൻഡിൽസ്റ്റിക്ക് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് ഇത്രയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സെക്ഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ഇൻഡിക്കേറ്റേഴ്സാണ്. ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള ഈ ഒരു സെക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി ഉള്ള ഇൻഡിക്കേറ്റേഴ്സാണ്. നോർമലി നമ്മൾ ആളുകൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇ എം എ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് മൂവിങ് ആവറേജ് ആണ്. സോ നമുക്ക് ഫേവറേറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫേവറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിന് ഫേവറേറ്റ് ലിസ്റ്റിൽ കണ്ടാൽ എന്താ, നമുക്ക് പെട്ടെന്ന് ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണമെന്നൊരു തോന്നുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ എന്നുള്ള സെക്ഷനിൽ പോവുക. നമ്മുടെ ഫേവറേറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ ചാർട്ടിൽ അപ്പിയർ ആയത് കാണാൻ പറ്റും. നമുക്കിവിടെ കാണാൻ പറ്റും. സെറ്റിങ്സ് നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള വേറെ സെറ്റിങ്സ് ആണ് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റിങ്സ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ആഡ് ചെയ്തുകൊണ്ട് തന്നെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല. സോ സെറ്റിങ്സ് വേറെ തന്നെ സെറ്റിങ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് വേറെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഈ ചാർട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ചാർട്ടിൻ്റെ പുറത്ത് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ RSI നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ RSI സപ്പോസ് RSI നമ്മൾ യൂസ് ചെയ്യാറില്ല, ബട്ട് RSI ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചാർട്ടിൻ്റെ പുറത്ത് വരുന്ന ഇൻഡിക്കേറ്ററാണിത്. ഓക്കെ, ചാർട്ടിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഈ RSI പോലുള്ള പലതരം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അങ്ങനത്തെ. അപ്പോൾ ഇവ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ നമ്മളെങ്ങനെയാണ് ചാർട്ടിൽ നിന്ന് ഒഴിവാക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിന് ഇവിടെ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പുറത്തുള്ളതാണെങ്കിൽ നമുക്കിവിടെ താഴത്ത് കാണാൻ പറ്റും. ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോസ് ബട്ടൺ എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവരെ ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ വരുന്നുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. നോർമലി 43,000 നമുക്ക്
പ്രൈസ് വരികയാണെങ്കിൽ ഒരു അലേർട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അലേർട്ട് എന്നുള്ളൊരു ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. 43,000 എന്ന് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ ഓപ്ഷൻ വരുന്നതാണ് ക്രോസ് ചെയ്യുമ്പോഴാണോ ഈ 43,000 എന്നുള്ള പ്രൈസിനെ ക്രോസ് ചെയ്യുമ്പോഴാണോ, എവിടെ ക്രോസ് ചെയ്യുമ്പോൾ താഴേക്ക് ക്രോസ് ചെയ്യുമ്പോഴാണോ മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോഴാണോ, എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ക്രോസിംഗ് എന്ന് കൊടുത്തിട്ട് ഞാൻ ആ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അലാറം ഇവിടെ സെറ്റായിട്ട് കാണും. അപ്പോൾ 43,000 ഒരു അലാറം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ക്രോസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലാറം അടിക്കും. സോ ഇതാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. സോ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ബാർ റിപ്ലൈ ആണ്. ബാർ റിപ്ലൈ നമുക്ക് ഉണ്ടോ, നമുക്ക് ഈ ഒരു 15 മിനിറ്റിൻ്റെ ബാർ റിപ്ലൈ നമുക്ക് യൂസ് ചെയ്തിട്ട് പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്തതെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ഇത് കൂട്ടാൻ പറ്റും കേട്ടോ. ടൈം ഫ്രെയിം നമുക്ക് കൂട്ടാൻ പറ്റും, 3x കൂട്ടാം. അപ്പോൾ പെട്ടെന്ന് മൂവ് ആവുന്ന നേരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ട്രേഡിംഗ് വ്യൂവിലുണ്ട്. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു സ്ട്രാറ്റജി നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാർ റിപ്ലൈയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് അൺഡു ആൻഡ് റീഡു ആണ്. നമ്മൾ അൺഡു ആൻഡ് റീഡു നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക്വേർഡ് ആൻഡ് ഫ്രണ്ട് വേർഡ് പിന്നിലേക്കും മുന്നിലേക്കും നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ആ കാര്യം വരുന്നത്. ആൻഡ് ഇത് ഡിലീറ്റ് ഓപ്ഷൻ, അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. ഇട്ട് കാര്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ ലേ ഔട്ടാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ സെറ്റിങ്സ് ആണ്, ചാർട്ടിൻ്റെ സെറ്റിങ്സ് നമ്മളിതിലേക്ക് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് സ്നാപ്ഷോട്ട് എടുക്കാനുള്ളത്. നമുക്ക് ഇവിടുന്ന് ലിങ്ക് നമ്മൾ ഈ ഒരു നമ്മളിവിടെ എന്തെങ്കിലും ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി ചോദിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി നിങ്ങൾക്ക് ചോദിക്കാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾ വരച്ച കാര്യങ്ങൾ എനിക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ കോപ്പി ലിങ്ക് കൊടുത്തിട്ട് അത് ലിങ്ക് കോപ്പി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മെയിൽ ചെയ്യാൻ പറ്റും. മെയിൽ ചെയ്യുകയാണെങ്കിലോ ടെലഗ്രാമിലോ വാട്സപ്പിലോ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ എനിക്ക് ആ ലിങ്ക് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വരച്ച ആ ഒരു ഡ്രോയിങ് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ഫൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇത്രയാണ് കാര്യങ്ങളുള്ളത്. ഇതാണ് ഫസ്റ്റ് ക്രോസ് സെക്ഷൻ. നമ്മൾ ക്രോസ് ആണ് യൂസ് ചെയ്യാറ്. നമുക്കിവിടെ ആരോ യൂസ് ചെയ്യാം, നമ്മൾ ക്രോസ് ആണ് യൂസ് ചെയ്യാറ്. നോർമലി നമ്മൾ ക്രോസ് ആണ് യൂസ് ചെയ്യാറ്. അതായത് എന്താണ്, ഈ ഒരു ക്രോസ് കണ്ടില്ലേ, ഈ ക്രോസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ ക്രോസ് ആണ്, നിങ്ങളിത് സ്റ്റാർ ചെയ്ത് വെക്കുക. ആൻഡ് നമ്മൾ ഈ ഒരു രണ്ടാമത്തെ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ എല്ലാം പഠിച്ചിരിക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എക്സലൻ്റ് ആവുക എന്നുള്ളതാണ്. ട്രേഡിൽ സക്സസ് ആവുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ട്രെൻഡ് ലൈൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാർ ഇവിടെ കാണുന്നുണ്ടോ, ഇവിടെ കാണുന്നുണ്ടോ സ്റ്റാർ. ഇപ്പോൾ നോർമലി നിങ്ങൾക്ക് ഇവിടെ ഇല്ല എന്നാണെങ്കിൽ ഇവിടെ കണ്ടോ, ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്റ്റാർ ബട്ടൺ ഉണ്ടോ, ഈ ഒരു ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങളിവിടെ സ്റ്റാർ ചെയ്ത് വെച്ച എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് ടച്ച് ചെയ്യാൻ പറ്റും. ഫേവറേറ്റ് ലിസ്റ്റിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ഫേവറേറ്റ് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ നോട്ട് ചെയ്യാം. നമ്മൾ ട്രെൻഡ് ലൈൻ നമ്മൾ സ്റ്റാർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ട്രെൻഡ് ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ട്രെൻഡ് ലൈൻ നമ്മൾ ഓരോ ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുന്ന കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 1 ചാർട്ട് എടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, സപ്പോസ് നമ്മൾ വരച്ചു എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെയാണ് വരയ്ക്കുക. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ട്രെൻഡ് ലൈനിൽ നമുക്ക് സെറ്റിങ്സ് ഉണ്ട്. നമ്മുടെ സെറ്റിങ്സൊക്കെ നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് പറയാം. ഓരോ സെറ്റിങ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കിയേ, നോർമലി നിങ്ങൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എൻ്റെ ട്രെൻഡ് ലൈൻ എക്സലൻറ്റ് ഇങ്ങോട്ട് റൈറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇതെങ്ങനെയാണ്, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ ഉണ്ടാവും എക്സ്റ്റെൻഡ് ടു റൈറ്റ് എന്നുള്ള ഒരു ബട്ടൺ നിങ്ങൾ കൊടുക്കുക നോർമലായിട്ട്. കാരണം ലെഫ്റ്റിലേക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ലെഫ്റ്റിൽ നമ്മൾ റൈറ്റിലേക്ക് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷോ ദി സ്റ്റാറ്റസ് കൊടുക്കാം. അതിൻ്റെ ടെക്സ്റ്റിൽ നമ്മൾ പലതരം ടെക്സ്റ്റുകൾ നമ്മൾ ഈ ട്രെൻഡ് ലൈനിൽ മാത്രമല്ല നമ്മൾ ഓരോ ടൂൾസേയും നമ്മൾ എന്ത് ചെയ്യും, ടെംപ്ലേറ്റുകളായിട്ട് സേവ് ചെയ്യും. ഓക്കെ, ഈ ഒരു 1 അവറിൻ്റെ ട്രെൻഡ് ലൈൻ ആണെന്നുള്ളത് എനിക്ക് അറിയണം. സപ്പോസ് 1 അവറിൻ്റെ ട്രെൻഡ് ലൈനാണ്. അതുപോലെ തന്നെ ഈ 1 അവറിൻ്റെ ട്രെൻഡ് ലൈൻ എനിക്ക് ഡെയിലി ചാർട്ടിൽ കാണണ്ട എന്നുണ്ടെങ്കിൽ, കാരണം അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഞാനത് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മളത് സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം വിസിബിലിറ്റി സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ 1 അവറിൻ്റെ ചാർട്ടാണെങ്കിൽ ഹവേഴ്സ് മിനിറ്റ് സെക്കൻഡിൽ ആക്കി മാറ്റുക. 75 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ നിങ്ങൾക്ക് 1 അവറിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് 25 മിനിറ്റിൽ കാണാൻ പറ്റും, 15 മിനിറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, കാരണം ടൈം ഫ്രെയിം കൂടുന്തോറും നമ്മുടെ സ്ട്രാറ്റജീസിൽ നമ്മൾ എടുക്കുന്ന ട്രേഡിൻ്റെ പവർ കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഡെയിലിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കാണരുത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റിങ്സ് യൂസ് ചെയ്യുന്നത്. വീക്കിലിയിൽ ഇത് കാണരുത്. ഓക്കെ, വീക്കിലി ചാർട്ടിൽ ഇത് കാണരുത്. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 1 അവറിലാണ് വരച്ചത്. 1 അവറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, അങ്ങനെയാണ്. ഇനി നമുക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 അവർ ട്രെൻഡ് ലൈൻ ആണല്ലോ, 1 അവർ ട്രെൻഡ് ലൈൻ വെച്ചു. 1 ഹവേഴ്സിൻ്റെ ട്രെൻഡ് ലൈനാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ,
ട്രെൻഡ് ലൈൻ എന്ന് എഴുതി വെക്കുക. അതിന് ശേഷം നിങ്ങൾക്കിത് എവിടെയാണെങ്കിൽ 1 ഹവറിൻ്റെ ട്രെൻഡ് ലൈൻ ഫ്രണ്ടിലാണോ ബാക്കിലാണോ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ മതി. നമ്മളിവിടെ ജസ്റ്റ് തിക്കായിട്ട് ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെൻറ്ററിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് സ്പേസ് ഇടുക. ഇവിടെ കുറച്ച് സ്പേസുകൾ ഇടുന്ന സമയത്ത് നമുക്കൊരു സെൻറ്ററിൽ നമുക്ക് വരുന്നതാണ്. അതിനുശേഷം ടോപ്പ് ലെഫ്റ്റ് ആണോ, എവിടെയാണോ, മിഡിലാണോ, ബോട്ടമിലാണോ, ഇതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിൽ. നോർമലി ടോപ്പ് ആൻഡ് സെൻറ്ററിലാണ് നോർമലി യൂസ് ചെയ്യാറ്. ഓക്കെ, ആൻഡ് ഇവിടെ സ്പേസ് ഇട്ടിട്ട് നിങ്ങൾ ടെംപ്ലേറ്റ് എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. അത് 1 ഹവറിൻ്റെ ട്രെൻഡ് ലൈന് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രെൻഡ് ലൈൻ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമ്മൾ വേറെ ഏത് ചാർട്ടിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ പെയർ നമ്മൾ എടുക്കുകയാണ്, വേറൊരു പെയറിൽ നമ്മൾ പോവുകയാണ്. സോ ഞാൻ കാർഡാനോൻ്റെ ഒരു ചാർട്ടിലേക്ക് വരികയാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യണം, 1 ഹവറിൻ്റെ ഒരു ചാർട്ട്, ഒരു ട്രെൻഡ് ലൈന് വരയ്ക്കണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു 1 ഹവറിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വരയ്ക്കുകയാണ്. വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും വരുന്നില്ല അല്ലേ, ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്, ഒന്നും വരുന്നില്ല. എന്നിട്ട് ഇങ്ങനെ വരച്ച് നമ്മൾ ഡ്രോ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും. നമ്മൾ ഏതാണ് യൂസ് ചെയ്തേക്കണത് 1 ഹവർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 1 ഹവർ ട്രെൻഡ് ലൈൻ ആണെന്നുള്ളതിൻ്റെ ആ ഒരു സെക്ഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് നമ്മൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് ഡ്രോയിങ്ങുകൾ നമുക്ക് ചെയ്യണം, അപ്പോൾ നമ്മുടെ വർക്കുകൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട്. ഈ എല്ലാ ടൂൾസിലും നമ്മൾ ഇത്ര സെയിം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. സോ ഇതാണ് കാര്യം. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പലതരത്തിലുള്ള സെറ്റിങ്സുകൾ നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഉള്ളിലേക്ക് പോകാം. അടുത്ത ടൂൾ എന്താണ്, ഈ ഒരു സെക്ഷനാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ടൂൾ എന്ന് പറയുന്നത് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് മാത്രമാണ് യൂസ് ചെയ്യാറ്. ഹോൾസെയിലിൽ നമ്മൾ വാങ്ങിയിട്ട് റീറ്റെയിലിൽ സെല്ല് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റുകൾ നടക്കുന്നത് അല്ലേ. നമ്മൾ 10 രൂപ ഹോൾസെയിൽ പ്രൈസിൽ 10 രൂപയ്ക്ക് നമ്മൾ 10 രൂപയ്ക്ക് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ മേടിച്ചിട്ട് അത് നമ്മൾ റീറ്റെയിലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വിൽക്കുക ചെയ്യുക. 2 രൂപ, 1 രൂപ, 3 രൂപ, 10 രൂപ എങ്ങനെയാണോ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റീറ്റെയിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പം പ്രൈസ് കൂട്ടിയിട്ട് വിൽക്കുക ചെയ്യുക. ഇത് തന്നെയാണ് നമ്മൾ ഓരോ ട്രേഡുകളിലും ചെയ്യേണ്ടത്. നോർമലി ആളുകൾ പലതരത്തിൽ സ്ട്രാറ്റജീസും പലതരത്തിൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യാറ്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് അത് വിത്ത് ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാറ്. സോ നമ്മുടെ സ്ട്രാറ്റജീസും അതുപോലെയാണ്. സോ നമ്മൾ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഫെയർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇവിടെ നമ്മളൊന്നും തന്നെ യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ലോങ് ആൻഡ് ഷോർട്ട്, അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച്. ഓക്കെ, ഈ 3 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. പ്രൈസ് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ഡേറ്റ് റേഞ്ചും കൂടി യൂസ് ചെയ്യാറുണ്ട്. നോർമലി നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം. ഓക്കെ, ലോങ് പൊസിഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നോർമലി ഞാനവിടെ സ്റ്റാർ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ സ്റ്റാർ ഓൺ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ലോങ് പൊസിഷൻ്റെ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലോങ് പൊസിഷൻ്റെ ഓപ്ഷൻ? നമ്മൾ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രൈസ് ഇവിടെ എത്തുന്ന സമയത്ത് ഓക്കെ പ്രൈസ് മുകളിലേക്ക് ഒന്നുകൂടെ കയറും, ഒന്നുകൂടെ ഇൻക്രീസ് ആവുന്നതാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ്. ഒരു ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് എന്നുള്ളതാണ്. 3 പോയിൻ്റാണ്. അതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് വരേണ്ടത് എൻട്രി ആണെങ്കിൽ രണ്ടാമത് വരേണ്ടത് സ്റ്റോപ്പ് ലോസാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് നമ്മൾ പറയല്ല, സ്റ്റോപ്പിംഗ് പോയിൻ്റാണ്. കാരണം എന്താ, നമ്മൾ ട്രേഡിങ്ങിൽ 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതിനേക്കാട്ടിലും ഉപരി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കി വെക്കുക. റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് മണി മാനേജ്മെൻറ്റ് എന്ന് പറയും, പ്രോപ്പറായിട്ട് വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സ്റ്റോപ്പ് ലോസ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വെക്കാനും പറ്റില്ല. ട്രേഡിംഗ് ആണ്, എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ലോസ് കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് വെക്കാൻ വളരെ കൃത്യമായിട്ടുള്ള പോയിൻറ്റുകളുണ്ട്. സോ അത്തരം പോയിൻറ്റുകളൊക്കെ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. സോ സപ്പോസ് ഞാനിപ്പോൾ ഈ ഒരു ടൂള് നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ, എൻ്റെ ഒരു ബ്ലൂ ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്താണ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്കിവിടെ എൻ്റെ ഈ ഒരു എൻട്രി പോയിൻ്റ് എവിടെയാണ് നിങ്ങൾക്കിവിടെ ഒരു യെല്ലോ നിറത്തിൽ, ഒരു മഞ്ഞ നിറത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് എൻ്റെ റെഡ് നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രീനിൽ നിറത്തിൽ എൻ്റെ ടാർഗറ്റ് എക്സിറ്റ് പോയിൻ്റ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എൻട്രി പോയിൻറ്റിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്ത് എൻട്രി പോയിൻറ്റിൽ മാത്രം എൻ്റർ ആവുക. നമ്മൾ എന്ത് ചെയ്യുക, എത്ര താഴെ വന്നാലും നമ്മൾ സ്റ്റോപ്പ് ലോസിലല്ലാണ്ട് നമ്മൾ എക്സിറ്റ് ആവില്ല എന്നുള്ള മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, വൺസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസിൽ ഒന്നല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, വൺസ് നമ്മൾ ടാർഗറ്റ് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളിങ്ങനെ ടാർഗറ്റ് ഇനിയും പ്രൈസ് കൂടും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ്ട് നമ്മൾ ടാർഗറ്റിൽ നിന്ന് എക്സിറ്റ് ആവുക. ഓക്കെ, ഈ എക്സിറ്റ് ആവുന്ന
രണ്ട് മെത്തേഡ് ഉണ്ട് എക്സിറ്റ് ആവണമെങ്കിൽ. നമുക്ക് ട്രയലും ചെയ്ത് മുന്നോട്ട് പോകും. അത് നമുക്ക് പഠിക്കാം പ്രോപ്പറായിട്ട് എങ്ങനെയാണ് അഡ്വാൻസ്ഡ് ലെവലിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ട്രയൽ ചെയ്യുക എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. സോ അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. വൺസ് നമ്മളൊരു എൻ്റർ ചെയ്ത് കഴിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ മാർക്കറ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കണം, അല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് അടിക്കണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇങ്ങനൊരു 100 ട്രേഡ് നിങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് മൈൻഡ് വരികയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആവും. ഓക്കെ, നോർമലി ചെയ്യാറില്ല. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചെയ്യാനുണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ ഇതാണ് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു സെറ്റിങ്സ് നമ്മുടെ എല്ലാത്തിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇൻപുട്ട്സിൽ നമ്മളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. നമ്മുടെ സ്റ്റൈലുകളിൽ നമുക്ക് ലൈന് നമുക്ക് നമ്മുടെ ഈ ഒരു മഞ്ഞ നിറം ഉണ്ടോ, ഈ ഒരു ലൈൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു ലൈനിൻ്റെ ബോർഡിനകത്തും നമ്മൾ ഈ ഒരു ലൈന് നമുക്ക് സെലക്ട് ചെയ്യാം ഏത് ലെവലിൽ വേണമെന്നുള്ളത്. ആൻഡ് ഇത്രയാണ്. പിന്നെ നമ്മൾ ഇത് നോർമലി നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ചാൽ കളർ തന്നെയാണ്. ആൻഡ് നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓക്കെ കൊടുക്കാം. ഇതാണ് ഇതിലുള്ളത്. ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഈ ഡ്രോയിങ് ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡ്രോയിങ് ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുക. സെയിം തന്നെയാണ് നമ്മുടെ ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ. സപ്പോസ് ഇവിടെ നിന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ മാർക്കറ്റ് താഴെ വരും എന്നാണെങ്കിൽ, അപ്പോൾ ഇതെൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ്. ഈ റെഡ് നിറത്തിൽ കാണുന്നത് എൻ്റെ സ്റ്റോപ്പ് ലോസ്, ഗ്രീൻ നിറത്തിൽ എൻ്റെ ടാർഗറ്റ് പോയിൻ്റ്, അതായത് ഞാൻ എക്സിറ്റ് ചെയ്യേണ്ട പോയിൻ്റ്, എൻ്റെ പ്രോഫിറ്റ് പോയിൻ്റ്, ആൻഡ് ഇവിടെ എൻട്രി പോയിൻ്റ്. ഓക്കെ, കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഇത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് 2 മെത്തേഡ് ഉള്ളത്. നിങ്ങൾക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ഇതോട് ക്ലിക്ക് ചെയ്തു നമ്മൾ ഏത് ഡ്രോയിങ്ങിൽ ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ലോക്ക് ചെയ്യാം. സെറ്റിങ്സിൽ നിന്ന് ചേഞ്ച് വരുന്നെങ്കിൽ സെറ്റിങ്സ് ഇവിടെ അപ്പുറത്തിന് തൊട്ടടുത്തിന് സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലോൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോൺ ചെയ്യാൻ. ഓക്കെ, പല മെത്തേഡ് ഉണ്ട്. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. നെക്സ്റ്റ് നമ്മുടെ ടൂളാണ് പാത്ത്. ജസ്റ്റ് നമ്മൾ ഈ ഒരു പാത്ത് നമ്മൾ സെലക്ട് ചെയ്തു. പാത്ത് എന്തിനാണെന്ന് വെച്ചാൽ പാത്ത് വിത്ത് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു യൂസ്ഫുൾ ആവുക ഈ പാത്ത് എന്നുള്ള ടൂൾ. ഓക്കെ, മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കതിന് കറക്റ്റായിട്ടുള്ള ആ ഒരു ഹൈലോ ലോലോ നമുക്ക് കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് കറക്റ്റ് ക്യാൻഡിൽ തന്നെ വെക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ബട്ട് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് അല്ല, ഇത് പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഈ ഒരു നിങ്ങളിപ്പോൾ ഇത് കറക്റ്റ് വെച്ച പോയിൻ്റ് നിങ്ങൾക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. കേട്ടോ, ഇങ്ങനെ നമ്മൾ ഒരു ട്രെൻഡൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മളിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് സെലക്ട് ആയിട്ട് അതവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരാം. ഈ പാത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ട്രെൻഡൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാഗ്നറ്റ് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ പ്രോപ്പറാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റ് റാൻഡമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ ടൂളൊക്കെ എങ്ങനെ നമ്മൾ ബ്രില്യൻ്റായിട്ട് നമ്മുടെ ഐഡിയപരമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സക്സസ്. ഓക്കെ, ടൂൾസ് എല്ലാം അവൈലബിൾ ആണ്, ഓരോ കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു. ടെക്സ്റ്റ് നമുക്ക് സാധാരണ ടൈപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഞാനൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്, എല്ലാ ട്രേഡും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ വന്ന് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അലാറം അടിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കത് ടെക്സ്റ്റായിട്ട് നമുക്കിവിടെ എഴുതി നമ്മുടെ സ്ക്രീനിൽ എഴുതി വെക്കാൻ പറ്റും. ഇന്ന കാര്യം തന്നെ ചെയ്യാം. ഇതാണ് നമ്മൾ ടെക്സ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ ഒരു ടൂൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. സൂമിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്ക്രീനിൽ നമ്മൾ സൂം ചെയ്യാൻ പറ്റും. ഈ ലോക്കിൽ നമ്മൾ ഈ ഒരു ലോക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതാണ് ഒന്നുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത്. സെപ്പറേറ്റ്ലി നമ്മൾ ഓരോ ടൂൾസിനും ലോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്കിതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോക്ക് നമ്മൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, പക്ഷേ ലോക്ക് ചെയ്താലും ഡിലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ അത് ശ്രദ്ധിക്കുക. ആൻഡ് നമ്മൾ നോർമലി നമുക്ക് അൺടു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു അൺടു നമ്മൾ ചെയ്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഹൈഡിങ് ബട്ടൺ കൊടുത്ത് ഹൈഡ് ചെയ്യാൻ പറ്റും. ചാർട്ടിൽ മൊത്തം ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ചാർട്ടിൽ മൊത്തം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ഫ്രം ചാർട്ടിൽ മൊത്തം ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൽ ചെയ്യാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ടുപോകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾ ഇംപ്ലിമെൻറ്റിലാണ് കാര്യം. ട്രേഡിങ്ങിൽ വിജയിക്കാൻ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സക്സസിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഓക്കെ,